ഗുഡ് മോർണിംഗ്. നമ്മൾ നമ്മുടെ മൊഡ്യൂളിലെ ലാസ്റ്റത്തെ ചാപ്റ്ററാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യത്തെ 4 മൊഡ്യൂളിലും നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനായിരുന്നു കൂടുതലായിട്ട് നോക്കിയിരുന്നത്. അതായത് ലോങ് ടൈം ഫണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ലോങ് ടൈം ഫണ്ട് മാത്രം പോരാ അല്ലേ. ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇത്ര ഏണിങ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞ് മാത്രം ചെയ്താൽ പോരാ. ആ ഫ്യൂച്ചറിൽ നമുക്ക് ഏണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി അതിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യണം. അങ്ങനെ ഡേ ടു ഡേ ആയിട്ടുള്ള കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസിൻ്റെ വർക്കിങ്ങിന് എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് ആവശ്യമുണ്ടോ ആ ഫണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. So working capital is the capital required for the day-to-day working of an enterprise, which is the company must possess to finance its daily operations. ഡെയിലി ഓപ്പറേഷൻസ് ഫിനാൻസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഫണ്ട് ആവശ്യമാണ് ആ ഫണ്ടുകളൊക്കെ വരുന്ന കാറ്റഗറിയാണ് ഇത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. ആ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയൊക്കെ നമ്മൾ ഫിനാൻസ് ചെയ്യണം എന്നല്ലെങ്കിൽ എവിടുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണത് വരുത്തേണ്ടത് എന്നൊക്കെ നമ്മൾ നോക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നോക്കുക, ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് പീരീഡിലേക്കുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വിത്തിൻ 1 ഇയർ വരുന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വിത്തിൻ 1 ഇയർ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. സോ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്ത് പറയാം, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കൺസേൺ വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫേംസ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. അതായത് ഈ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ത്രൂ ഔട്ട് ദ ഇയർ എങ്ങനെ ബിസിനസ്സിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ വരാം. ഇപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇപ്പോൾ ഒരു കമ്പനിക്ക് ക്യാഷ് കിട്ടി, ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, റോ മെറ്റീരിയൽ വാങ്ങും. റോ മെറ്റീരിയൽ അതുമ്മ വർക്ക് ചെയ്താൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആകും. ആ വർക്ക് ഇൻ പ്രോഗ്രസ് കംപ്ലീറ്റഡ് ആകുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആകും. ആ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ചിലപ്പോൾ ക്യാഷിന് വിൽക്കും, അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ക്യാഷ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കടത്തിന് വിൽക്കുകയാണെങ്കിൽ, ക്രെഡിറ്റ് ആണെങ്കിൽ നമുക്ക് ബിൽസ് റിസീവബിൾ കിട്ടും. ഈ ബിൽസ് റിസീവബിൾ കുറച്ച് കഴിയുമ്പോൾ ക്യാഷ് ആകും. ഈ ക്യാഷ് ഉപയോഗിച്ച് വീണ്ടും നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങും. സോ ഇത് എന്ത് ചെയ്യുക, ഒരു സർക്കുലേഷൻ പോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറണ്ട് അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കാൻ പാടില്ല. അതെന്ത് ചെയ്യുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ പറയുന്ന പേരാണ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ ഓർ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. ഓക്കെ, സർക്കുലേറ്റിംഗ്, റിവോൾവിംഗ്, ലിക്വിഡേറ്റിംഗ്, ഫ്ലോട്ടിംഗ്, ലിക്വിഡ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, റോ മെറ്റീരിയൽ വാങ്ങി ഉണ്ടാക്കിയതൊക്കെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കിടക്കുകയാണ്. ആരും വാങ്ങണില്ലെങ്കിൽ നമുക്ക് ബിൽസ് റിസീവബിൾ ക്യാഷ് കിട്ടുള്ളൂ. വാങ്ങണില്ല എന്ന് വിചാരിക്കും, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് മൊത്തം എന്ത് ചെയ്യും, അവിടെ ബ്ലോക്കായിപ്പോൾ. അപ്പോൾ നമുക്ക് പിന്നെ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനൊന്നും സാധിക്കില്ല. അപ്പോൾ ഒരു പ്രോപ്പർ റേഷ്യോ എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, so working capital is the capital required for the day-to-day working of an enterprises, and the management of current asset and current liabilities is known as working capital management. Okay, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ, അല്ലെ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ആ ടോട്ടൽ ക്യാപിറ്റലിൽ ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. So it is the amount invested in current assets. The levels of investment of each current asset is varies from day to day. ഇത് ഒരു ദിവസം ഉപയോഗിക്കുന്ന കറണ്ട് അസറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അടുത്ത ദിവസം പ്രൊഡക്ഷൻ കൂടുതലുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ കൂടുതൽ റോ മെറ്റീരിയൽ വേണം, ലേബറൊക്കെ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഡേ ടു ഡേ എന്ത് ചെയ്യും, വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, the next one is the level of investment in each current asset is varies. The level of working capital in a firm determines its liquidity position. എത്രത്തോളം ലിക്വിഡാണ്, എത്രത്തോളം നമുക്ക് ഫണ്ട് റേസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ
എന്താ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് എങ്ങനെയാണ്. കൂടുതൽ സമയം പിടിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം, കുറവ് സമയത്തിനുള്ളിൽ നമുക്ക് അത് മാറി കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആർ എപ്പോഴും ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടേം സോഴ്സിൽ കൂടിയാണ് ഫിനാൻസ് ചെയ്യുക, പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കാമല്ലോ. പിന്നെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ വന്നതാണ് ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾ മാനേജ്മെൻറ്റ്, പേയബിൾ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇത് 6 കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അത് നമ്മുടെ ഈ ബുക്കിൽ പഠിക്കാനുണ്ട്. ക്യാഷ്, റിസീവബിൾ, പേയബിൾസ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഈ കറണ്ട് അസറ്റ് ഓരോന്നും ഇൻ്റർ റിലേറ്റഡാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ഇതൊക്കെ കറണ്ട് അസറ്റാണ്. ക്യാഷ്, റോ മെറ്റീരിയൽ, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കമ്പോണൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 2 കമ്പോണൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എന്താ? those assets which can be converted into cash within a year is known as current asset. Current liabilities which are repayable during a short period that is less than 1 year. ഒരു വർഷത്തും കൊണ്ട് തിരിച്ചടയ്ക്കേണ്ട ലയബിലിറ്റീസിനെ കറണ്ട് അസറ്റ് ലയബിലിറ്റി പറയും. ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിനെ കറണ്ട് അസറ്റ് എന്നും പറയും. ഇതാണ് 2 കമ്പോണൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് പ്രധാനമായിട്ട് 2 തരം കോൺസെപ്റ്റാണ് ഉള്ളത്, ഗ്രോസ് കോൺസെപ്റ്റ് ആൻഡ് നെറ്റ് കോൺസെപ്റ്റ്. ഇവിടെ ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കറണ്ട് അസറ്റ് എന്നുള്ളൊരു ടേമിലാണ് ഉൾപ്പെടുത്തുക. കറണ്ട് അസറ്റ് അപ്പോൾ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രോസ് കോൺസെപ്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. അപ്പോൾ ഈ ഗ്രോസ് കോൺസെപ്റ്റിൽ നമ്മളതിനെ പറയും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും കൂടി പറയാറുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത് നമ്മുടെ ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ് എത്രയാണെന്ന് മാത്രമാണ് നോക്കുന്നത്. കറണ്ട് ലയബിലിറ്റീസിന് നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. പക്ഷേ ഈ 2 കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അസറ്റും ഒരേപോലെ കൺസിഡർ ചെയ്യുന്നതാണ് നെറ്റ് കൺസെപ്റ്റ്. നെറ്റ് കൺസെപ്റ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. സോ ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി ഈസ് നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഇപ്പോൾ ഇവിടെ 2 തരത്തിലാണ്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലയബിലിറ്റി കുറവാണെങ്കിൽ, ദാറ്റ് ഈസ് അസറ്റ് കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, അസറ്റ് കുറവാണെങ്കിൽ അത് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് കോൺസെപ്റ്റും അതിൻ്റെ കമ്പോണൻസ്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് എന്തിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ടൈപ്സ് തിരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്ട് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലാണ് വരുന്നത്. പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഫേം അതിൻ്റെ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ നോർമൽ ബിസിനസ് ഓപ്പറേഷന് മിനിമം റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട്. ഒരു സാധാരണ ഒരു ഫേമിൽ പ്രൊഡക്ഷൻ ഇല്ല എന്ന് വിചാരിക്കും, റെൻറ്റ് കൊടുക്കണം, സാലറി കൊടുക്കണം, ഇലക്ട്രിസിറ്റിയുടെ മിനിമം ചാർജൊക്കെ അടയ്ക്കണം. അതാണ് മിനിമം റിക്വയർഡ് എമൗണ്ട് എന്ന് പറയുക. അപ്പോൾ മിനിമം റിക്വയർഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് അടഞ്ഞു കിടക്കുന്ന ബിസിനസ്സും എന്ത് ചെയ്യും, ഇതേപോലെ കാര്യങ്ങളൊക്കെ വേണം. അപ്പം അത്തരം ബിസിനസ്സിന് വേണ്ടി മിനിമം എമൗണ്ട് എത്ര രൂപയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെയാണ് നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ഈ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫിക്സഡ് അസറ്റ് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ റെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മെഷീനറിയുടെ മെയിൻ്റനൻസ്, ഇത് മെഷീനറി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം, അതിന് നമ്മൾ മെയിൻ്റനൻസ് നടത്തിയിരിക്കണം. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ എഫക്റ്റീവായിട്ടുള്ള യൂട്ടിലൈസേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർമനൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അത് നോർമൽ ഓപ്പറേഷൻ ബിസിനസ്സിന് കുറച്ചും കൂടി എളുപ്പമാകും. ഇത് 3 രീതിയിലുണ്ട് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ: ഇനീഷ്യൽ, റെഗുലർ, റിസർവ്. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ, ഇപ്പോൾ ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സ്റ്റേജിൽ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന സ്റ്റേജിൽ നമുക്ക് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്.
അല്ലേ? അത് വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 2-3 മാസം നമുക്ക് എന്ത് ചെയ്യണം, ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് റോ മെറ്റീരിയൽ വാങ്ങണം, വേജസ് കൊടുക്കണം, അതിനൊക്കെയാണ് നമ്മൾ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. റിസർവ് എന്ന് പറഞ്ഞാൽ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ റെഗുലർ കഴിഞ്ഞിട്ട്, റെഗുലർ നമുക്കൊരു 10,000 രൂപയാണ് വേണ്ടത്, നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളൊരു 500 രൂപയും കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിസർവ് മാർജിൻ ഓർ കോഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, റിസർവ് ഓർ കോഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആദ്യത്തെ കാറ്റഗറിയാണ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് 3 രീതിയിലാണുള്ളത്. പെർമനൻറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി റണ്ണിങ് ദ ബിസിനസ്സാണ്. 3 ടൈപ്സ് ആണുള്ളത്: ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് മാർജിൻ ഓർ ക്യൂഷൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? എനി എമൗണ്ട് ഓവർ ആൻഡ് എബവ് ദി പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മിനിമമാണ്. ആ മിനിമത്തിൽ കൂടുതൽ എത്ര രൂപ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വേണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. സോ ഇത് വേരിയബിളാണ്, വേരി ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ വോളിയം ഓഫ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ വേരി ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പം അതിന് 2 ഡെഫിനിഷനാണുള്ളത്: എനി എമൗണ്ട് ഓവർ ആൻഡ് എബവ് ദി പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സെക്കൻഡ് വൺ, വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് വേരി with the level of or volume of production, volume of business. അപ്പോൾ സീസണൽ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്. ഇപ്പോൾ കുടക്കച്ചവടം നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് ആണെന്ന് വിചാരിക്കും. സാധാരണ ചിലപ്പോൾ ഒരാഴ്ച 4-3 ഒക്കെ ആയിരിക്കും അവർ പ്രൊഡക്ഷൻ വിറ്റ് പോകുന്നത്. പക്ഷേ ഒരു മഴക്കാലമാകുമ്പോൾ എന്ത് ചെയ്യും, അവർ കൂടുതൽ കൊണ്ടുപിടിക്കും. സീസണലാണ്. അപ്പോൾ അവരുടെ കയ്യിൽ വാങ്ങാനായിട്ട് അത്രയും കുട വാങ്ങി വയ്ക്കാനായിട്ടുള്ള പൈസ വേണം. അത്തരം എക്സ്ട്രാ സീസണോ സ്പെഷ്യൽ നീഡ്സിനൊക്കെ വേണ്ടിയിട്ടാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും പ്രധാനമായിട്ട് ഉപയോഗിക്കുക. സീസണൽ മീൻസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഡ്യൂറിങ് എ ബിസി സീസൺ ആൻഡ് സ്പെഷ്യൽ എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റലാണ് ഫോർ മെയിൻ്റെനൻസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മെയിനായിട്ടുള്ള പോർഷൻസ് തന്നെ പോയത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കി, അതിൻ്റെ നേച്ചർ നോക്കി, പിന്നെ ഏതാ നോക്കിയത്, കോൺസെപ്റ്റ് നോക്കി, ദെൻ കമ്പോണൻസ് നോക്കി. 2 കമ്പോണൻ്റാണുള്ളത്. ഏതൊക്കെയാണ്? കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി, ദെൻ ടൈപ്സ് പെർമനൻ്റ് ആൻഡ് വേരിയബിൾ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇമ്പോർട്ടൻസ് ഓർ നീഡ് റോളൊക്കെ ഒന്ന് തന്നെയാണ്. മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് ഫങ്ഷനിങ് ഓഫ് ബിസിനസ് തന്നെയാണ്. പിന്നെ ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഹേർട്ട് ഓഫ് ബിസിനസ് എന്നാണ് നമ്മൾ പറയുക. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ ബ്ലഡ് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹേർട്ട് വേണ്ടേ? അപ്പോൾ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ഹേർട്ട് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഫോർ ദി സർവൈവൽ ഓഫ് ദ ബിസിനസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറേ ലോങ് ടൈം ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ ബിസിനസ്. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ക്യാഷിനെ എന്ത് ചെയ്യുക? സെയിൽസ് വരെയായിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അപ്പോൾ ടൈം ലാഗിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യുക? ഡേ ടു ഡേ കാര്യങ്ങൾ നടന്നു പോകണം. ആ ഡേ ടു ഡേ കാര്യങ്ങൾ നടന്നു പോകാനാണ് നമ്മൾ സത്യത്തിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം വർക്കിംഗ് ക്യാപിറ്റൽ. എക്സസീവ് ആണ്, ഓവർ വർക്കിംഗ് ക്യാപിറ്റൽ ആവാൻ പാടില്ല. വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറയില്ല? കുറയാനും പാടില്ല. ദാറ്റ് ഈസ് നമുക്ക് ആ കോൺസെപ്റ്റിന് 2 ടേമാണ് പറയുന്നത്. എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആവാനും പാടില്ല, ഡെഫിഷ്യൻസി ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവാനായിട്ട് പാടില്ല. എക്സസീവ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ പൈസ വർക്കിംഗ് ക്യാപിറ്റൽ ഇറക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ടൈമിൽ നമുക്കത് പിരിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ റൊട്ടേഷൻ നടക്കില്ല, അല്ലേ? നമ്മൾ റോൾ ചെയ്യാന്നൊക്കെ പറയില്ലേ, അത് നടക്കില്ല. അപ്പോൾ പല ബിസിനസ്സുകളും അങ്ങനെ പൂട്ടിപ്പോയിട്ടുണ്ട്. അവർ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അത് വിൽക്കാനായിട്ട് വിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാഷ് കിട്ടില്ല. നമ്മൾ കടം വാങ്ങിയവർക്ക് സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. റോ മെറ്റീരിയൽ വാങ്ങിയവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ബിസിനസ് എന്ത് ചെയ്യും? പയ്യെ അതിൻ്റെ ഡിക്കറേജ് ചെയ്ത് അത് ഫോൾ ഡൗൺ ആയിട്ട് പോകും. ഷെയറിൻ്റെ വാല്യൂ ഒക്കെ കുറഞ്ഞു പോകും. അതേസമയം ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഫണ്ടില്ല. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ലെവലിൽ വ്യത്യാസം വന്നാൽ എക്സ്ട്രാ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ
ഒരു എക്സസീവ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്യുറേറ്റായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുക. അതായത് വേസ്റ്റേജ് ഒഴിവാക്കുക. വർക്കിംഗ് ക്യാപിറ്റലിൽ ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ ബാലൻസ് വരാമെന്നുള്ളത് ഒരു ക്രിമിനൽ വേസ്റ്റേജ് എന്നാണ് മാനേജ്മെൻറ്റിൽ പറയുക. കാരണം നമ്മളായിട്ട് വരുത്തുന്ന ഒരു വേസ്റ്റേജാണത്. വേസ്റ്റാണ്. കാരണം പ്രോപ്പറായിട്ട് അത് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് പറ്റാത്തവരാണ് ഇക്വിറ്റി വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വർക്കിംഗ് ക്യാപിറ്റൽ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ടൈം പറഞ്ഞു, ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റലും എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റലും. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിലുള്ള ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണ്? ബിസിനസ് ഫെയിലിയർ ആകും, കനോട്ട് ടേക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റി. ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് വന്നാൽ അത് നമുക്ക് വാങ്ങാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും കിട്ടില്ല. അതായത് കറക്റ്റ് എമൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്ന ഡിസ്കൗണ്ടുകളാണ് ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും. അത് പറ്റില്ല. റേറ്റ് ഓഫ് റിട്ടേൺ കുറയും, ഡിവിഡൻഡ് പോളിസീനെ എഫക്റ്റ് ചെയ്യും. പിന്നെ ഫണ്ട് ഫിക്സഡ് അസറ്റിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടു റൺ ദ ബിസിനസ് ആണ്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിലാണ് ബിസിനസ് തന്നെ ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. അതേസമയം എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഐഡിയൽ ഫണ്ടാണ്, വെറുതെ അവിടെ കെട്ടിക്കിടക്കാമെന്നാണ് പറയുക. നോ പ്രോഫിറ്റ്, ഐഡിയൽ ഫണ്ട് വിത്ത് നോ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തായിരുന്നു, അതും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? കമ്പനിയുടെ ഷെയറിൻ്റെ വാല്യൂ കുറയും, മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കുറയും, സ്പെക്കുലേഷൻ കൂടും അല്ലേ. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താലൊന്നും ആവശ്യമില്ലാണ്ട് നമ്മൾ കുറേ ഫണ്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതും ബുദ്ധിമുട്ടാകും, ഇൻഎഫിഷ്യൻസി കൂടും. ഇതാണ് ഡേഞ്ചറസ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡേഞ്ചറസ് ഓഫ് ഡെഫിഷ്യൻസി വർക്കിംഗ് ക്യാപിറ്റലും ഡേഞ്ചറസ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കി? വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കി. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദ ഡേ-ടു-ഡേ അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്. ദെൻ ആ വർക്കിംഗ് ക്യാപിറ്റൽ റൊട്ടേറ്റിംഗ് റിവോൾവിംഗ് എന്ന് പറയാൻ കാരണം എന്താണ്? ക്യാഷ് റോ മെറ്റീരിയൽ വർക്കിംഗ് പ്രോഗ്രസ് ആകും, വർക്കിംഗ് പ്രോഗ്രസ് ഫിക്സഡ് ഗുഡ്സ് ആകും, അത് ബിൽ റിസീവബിൾ ആകും. തന്നെ അത് ക്യാഷ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ സർക്കുലേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. പിന്നെ അതിൻ്റെ നേച്ചർ നോക്കി. ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. കറണ്ട് അസറ്റിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, ദാറ്റ് ഈസ് ഗ്രോസ് കൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. ലെവൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മാറിക്കൊണ്ടിരിക്കും. ദെൻ എത്ര വേണം എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും വർക്കിംഗ് ക്യാപിറ്റലിൽ. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടൈമിൽ കൂടെയാണ്. ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾ മാനേജ്മെൻറ്റ്, പേയബിൾ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെൻട്രി. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ക്യാഷ്, റിസീവബിൾ, പേയ്മെൻറ്റ് ആൻഡ് ഇൻവെൻട്രിയാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് വരുന്നത്. ദെൻ അതിൻ്റെ 2 കോൺസെപ്റ്റാണുള്ളത്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി. കോൺസെപ്റ്റ് ഗ്രോസും നെറ്റും, കമ്പോണൻസ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഇൻ കറണ്ട് അസറ്റ് ആണ്. നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. 2 ടൈപ്സ് ഉണ്ട്. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് വേരിയബിൾ. പെർമനൻറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് റിക്വയർഡ് ആണ്. 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ മോർ ദാൻ ദി എബോവ് പെർമനൻ്റ് ആണ്. പിന്നെ ഇമ്പോർട്ടൻസ്, ഡേഞ്ചറസ് ഓഫ് ഡെഫിഷ്യൻസി ആൻഡ് എക്സസീവ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നോട്ട് എഴുതിയിട്ട് എനിക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യണം. ഫുൾ നോട്ട്, അതായത് ഇത്രയും 3-4 പേജുള്ളൂ. ചെയ്യുന്ന PDF അയച്ചു തരാം. അത് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയിട്ട് അയച്ചു തരാം കേട്ടോ. ഇന്ന് തന്നെ വാട്സപ്പിൽ അയച്ചു തരാം. ഏത് തിയറി പോർഷനാണ്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഡിസ്കസ് ചെയ്യാം, അത് ചോദിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ഒന്നുമല്ല, ചെറിയ പ്രോബ്ലം. പിന്നെ നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ലെവൽസ് പഠിച്ചില്ലേ, നമ്മളിവിടെ ഇപ്പം തന്നെ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ലെവൽസും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ മിനിമം ലെവൽ, മാക്സിമം ലെവൽ എന്നൊക്കെ പറഞ്ഞത്, ലിഫോ ഫിഫോ ആ ഭാഗമൊക്കെയാണ് പിന്നെ ഇതിനകത്ത് വരുന്നത്. ഇത് പ്രോബ്ലത്തിനേക്കാളും കൂടെ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ ഇതിന് എസ്സേ വരാറുണ്ട്. അതായത് ഹൗ ക്യാൻ വി മാനേജ് പേയബിൾ മാനേജ്മെൻറ്റ് എങ്ങനെ, ക്യാഷ് മാനേജ്മെൻറ്റ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാം ഇതിനകത്ത് വരും. വർക്കിംഗ് ക്യാപിറ്റൽ വരും, സർക്കുലേറ്റിംഗ് ചോദിക്കാറുണ്ട്, കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട്, ടൈപ്സ് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻസ് ചോദിക്കാറുണ്ട്. മെയിനായിട്ട് ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നോട്ട് എഴുതിയിട്ടൊന്ന് സബ്മിറ്റ് ചെയ്യാം കേട്ടോ.